നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. ഫസ്റ്റ് ഓൺ 24. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിയ കൊലക്കേസ് പ്രതി പിടിയിൽ. ദൃശ്യകൊലക്കേസ് പ്രതി വിനീഷാണ് പിടിയിലായത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദീപക്, ഒടുവിൽ പ്രതി പിടിയിലായിരിക്കുകയാണ്. എവിടെ നിന്ന് എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത്? വളരെ സാഹസികമായ പിടികൂടലാണ്. ഒരുപക്ഷെ 4 മാസമായി കേരള പോലീസിനെ ആകെ ചുറ്റിച്ചുകൊണ്ടിരുന്ന ഒരു കൊടും ക്രിമിനൽ, അതും ഒരു പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ ഒരു ദൃശ്യ എന്ന 21-കാരിയെ കൊലപ്പെടുത്തിയ ഒരു പ്രതി. 2021 ഈ കൊലപാതകം നടക്കുന്നത്. ഇയാൾ പലകുറി ഈ ജയിൽ ചാട്ടം, അതായത് ആശുപത്രി ചാട്ടം നടത്തിയതാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 10 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇയാൾ മാനസിക രോഗം പ്രകടിപ്പിച്ചുകൊണ്ട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കോഴിക്കോടേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഡിസംബർ 10 എത്തുന്നു. 29 അർദ്ധരാത്രിയിലാണ് ഈ ചാട്ടം നടക്കുന്നത്. സെല്ലിൽ നിന്നും ചാടിപ്പോകുന്നു. പക്ഷേ CCTV ഉള്ള ഒരു പ്രദേശത്തും ഇയാളുടെ സാന്നിധ്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇയാൾ ഒരു സീസൺഡ് ക്രിമിനലാണ്, വളരെ കണ്ണിങ് ആണ് എന്ന് പോലീസ് വിലയിരുത്തുന്നത്. പോലീസ് ഇതേ തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിൽ ഒരു വഴിയിലും, അതായത് ദേശീയപാത ഉപയോഗിച്ചെങ്കിൽ, സംസ്ഥാന പാത ഉപയോഗിച്ചെങ്കിൽ ഏതെങ്കിലും കടകളുടെ CCTVയിലെങ്കിലും ഈ വിനീഷ് എന്ന ക്രിമിനൽ കുടുങ്ങുമായിരുന്നു. കുടുങ്ങിയില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലീസ് സൈബർ സെല്ലിലൂടെ അന്വേഷണം. പക്ഷേ ഇയാളുടെ മൊബൈൽ ഫോൺ ഇയാൾ ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ നാരായണൻ പ്രത്യേക സ്ക്വാഡ് ഉണ്ടാക്കുന്നു. അതിനുശേഷം വന്ന സിറ്റി പോലീസ് കമ്മീഷണർ ജയദേവ് ആ സ്ക്വാഡിനെ കൂടുതൽ വിപുലീകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്ന പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഈ കേസിൻ്റെ തുടരന്വേഷണം. ഇതിനിടയിൽ DGP രവത ചന്ദ്രശേഖർ നേരിട്ട് അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നു. പക്ഷേ ഒടുവിൽ കിട്ടിയൊരു വിവരം, കർണാടകത്തിൻ്റെ ഉൾനാടൻ ഗ്രാമത്തിൽ മഹാരാഷ്ട്ര അതിർത്തിയിൽ ചില ഹോട്ടലുകളിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്ന്. ഇതിനിടയിൽ ഇയാൾ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇയാൾ മറ്റൊരു ഫോണിലേക്ക് വിളിച്ചതായുള്ള വിവരം, അതായത് പോലീസിന്റെ സർവേലൻസിൽ നിരവധി ഇയാളുമായി ബന്ധപ്പെട്ട ഇയാളുടെ ബന്ധുക്കളുടെയും മറ്റും ഫോണുകൾ ഉണ്ടായിരുന്നു. അതിലൊരു കോൾ വന്നു. അതിനെ പിന്തുടർന്ന് ഹൈടെക് സെല്ലും സൈബർ സെല്ലും ഈ കോഴിക്കോട് ക്രൈം സ്ക്വാഡും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. ആ കൊണ്ടുപോകലിനൊടുവിലാണ് വളരെ നിർണായകമായ ഈ പിടുത്തം. വളരെ കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 29 കഴിഞ്ഞ് ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും പിന്നിട്ട് ഏപ്രിലാണ് പിടിക്കുന്നത്. ആ ഏപ്രിൽ 12 പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും വൈകി കേരള പോലീസിനെ ചുറ്റിച്ച ഒരു കൊടും പ്രതിയെയാണ് ഈ പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സിറ്റി ക്രൈം സ്ക്വാഡ് വളരെ കൃത്യമായി ക്രൈം സ്ക്വാഡിന്റെ പ്രവർത്തനം സിറ്റി പോലീസ് ഏതായാലും പ്രതി പിടിയിലായിട്ടുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. വിവരങ്ങളാണ് ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് പങ്കുവച്ചത്. കൂട്ടിയും കിഴച്ചും മുന്നണികൾ. തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നേരിടേണ്ടി വന്നെന്ന് CPIM ജില്ലാ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ. കോഴിക്കോടും കൊല്ലത്തും സമ്പൂർണ്ണ മേധാവിത്വമില്ല. തൃശൂരിൽ തിരിച്ചടിയെന്നും പാലായിൽ ജോസ് കെ മാണിയും ആറന്മുളയിൽ വീണ ജോർജും വിജയിക്കുമെന്നും കണക്കുകൂട്ടൽ. കീഴ്ഘടകങ്ങളുടെ റിപ്പോർട്ട് നാളെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തും. മുൻകാലങ്ങളിലേതുപോലെ വടക്കൻ ജില്ലകളിലും കൊല്ലത്തും സമ്പൂർണ്ണ ആധിപത്യമില്ലെന്നാണ് CPIM ജില്ലാ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ. കാസർഗോഡ് ജില്ലയിൽ സിറ്റിംഗ് സീറ്റുകളിൽ കടുത്ത മത്സരം നടന്നു. തൃക്കരിപ്പൂരിൽ ന്യൂനപക്ഷ ഏകീകരണമുണ്ടായി. 4900 വോട്ടിന്റെ ഭൂരിപക്ഷം നേടും. പുതുമയിൽ 1500 വോട്ടിന് പിന്നിലാകും. കാസർഗോഡ് മണ്ഡലത്തിൽ ഷാനവാസ് പാദൂർ 40,000-ലേറെ വോട്ട് നേടുമെന്നും മഞ്ചേശ്വരത്ത് പാർട്ടി വോട്ടുകളിൽ ചോർച്ചയുണ്ടാവില്ലെന്നും വിലയിരുത്തലുണ്ട്. മലപ്പുറത്ത് പൊന്നാനിയിലും തവനൂരും മാത്രമാണ് വിജയപ്രതീക്ഷ. സിറ്റിംഗ് സീറ്റായ താനൂരിൽ പരാജയപ്പെടും. തിരൂരിൽ V അബ്ദുറഹ്മാൻ കടുത്ത മത്സരം നടത്തിയെങ്കിലും വിജയമുറപ്പില്ല. കൊല്ലം ജില്ലയിൽ 6 മുതൽ 9 വരെ സീറ്റ് നേടുമെന്നാണ് വിലയിരുത്തൽ. കൊല്ലം, ചവറ, കുന്നത്തൂർ, കുണ്ടറ, പത്തനാപുരം മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടന്നു. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ 7000 വോട്ടിന് വീണ ജോർജ് വിജയിക്കുമെന്ന് ജില്ലാ നേതൃത്വം പ്രതീക്ഷിക്കുന്നു. കോന്നിയിൽ 8000 വോട്ടിന് ജയിക്കും. തിരുവല്ലയിലും റാന്നിയിലും 5000 വോട്ടിന് ജയിക്കുമെന്നാണ് പ്രതീക്ഷ. കോട്ടയം ജില്ലയിൽ നിലവിലുള്ള 5 സീറ്റുകൾ നിലനിർത്തുമെന്നും പാല ഉൾപ്പെടെ 6 സീറ്റുകൾ ലഭിക്കുമെന്നുമാണ് വിലയിരുത്തൽ.
തൃശൂരിൽ തിരിച്ചടിയെന്നാണ് കണക്കുകൂട്ടൽ. തൃശൂർ, മണലൂർ, വടക്കാഞ്ചേരി മണ്ഡലങ്ങൾ നഷ്ടമാകും. ഗുരുവായൂരിലും കൊടുങ്ങല്ലൂരിലും ഇഞ്ചോടിഞ്ചെന്നും വിലയിരുത്തൽ. എറണാകുളം ജില്ലയിൽ 6 സീറ്റുകളിൽ വിജയിക്കുമെന്നും തൃപ്പൂണിത്തുറ പിടിച്ചെടുക്കുമെന്നും CPIM കണക്കുകൂട്ടുന്നു. കോഴിക്കോട് ജില്ലയിൽ 8 സീറ്റുകളിൽ കടുത്ത വെല്ലുവിളി നേരിട്ടതായും 5 സീറ്റുകൾ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തൽ. ബേപ്പൂർ, ഏലത്തൂർ, കൊയിലാണ്ടി, കുറ്റ്യാടി, പേരാമ്പ്ര, ബാലുശ്ശേരി, കുന്നമംഗലം, കോഴിക്കോട് നോർത്ത് മണ്ഡലങ്ങൾ നിലനിർത്തുമെന്നാണ് പ്രതീക്ഷ. വടകര, KK രമയിൽ നിന്ന് പിടിച്ചെടുക്കാനാകില്ലെന്നും നിഗമനം. പാലക്കാട് ജില്ലയിലെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തും. ഇടുക്കിയിൽ പീരുമേട് നഷ്ടപ്പെട്ടേക്കാമെന്നും ഇടുക്കിയും ഉടുമ്പൻചോലയും ഉറപ്പെന്നും CPIM വിലയിരുത്തുന്നു. ദേവികുളത്ത് നേരിയ ഭൂരിപക്ഷം. തൊടുപുഴ UDF നിലനിർത്തുമെന്നും CPIM കണക്കുകൂട്ടുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ പരാതിയുമായി ആലപ്പുഴയിലെ BJP വനിതാ നേതാവ്. വോട്ടിന് പണം നൽകിയ സംഭവം തന്റെ തലയിലാക്കാൻ ശ്രമിക്കുന്നുവെന്നും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും കാട്ടി BJP ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു വിനയകുമാർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വിഭാഗീയത സൃഷ്ടിക്കുകയാണെന്നും ബിന്ദു ആരോപിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ വോട്ടിന് പണം നൽകിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് പുതിയ പരാതി. ശോഭാ സുരേന്ദ്രൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു വിനയകുമാർ. പാലക്കാട്ടേക്ക് പണവുമായി ആളെ വിട്ടത് ബിന്ദുവാണെന്ന് പറഞ്ഞായിരുന്നു ശോഭയുടെ ഭീഷണി. ഫോൺ സംഭാഷണവും പുറത്തുവിട്ടു. ശോഭ അവിടെ ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്. നീയല്ലേ ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. തെളിയിക്കും. ആലപ്പുഴ എന്നുള്ള കാറിലല്ലേ അവള് വന്നത്? എന്റെ നമ്പർ ഞാൻ അയച്ചുതരാം. നിന്നെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭേ. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പണപ്പിരിവ് നടത്തുന്നെന്നും ആരോപണം. ശോഭാ സുരേന്ദ്രൻ പക്ഷത്തെ എതിർത്തതിന്റെ വൈരാഗ്യമാണ് തന്നെ കേസിലേക്ക് വലിച്ചിഴക്കാൻ കാരണമെന്നും ബിന്ദു പറയുന്നു. യാതൊരു തെളിവുകളുമില്ലാതെ ഈ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്ത ഈ ഒരു സംഭവം ഇത്രയധികം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഇതിൻ്റെ കുറ്റം ആരുടെയെങ്കിലും തലയിൽ വെച്ച് രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ഗൂഢാലോചനയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആലപ്പുഴ BJPയിലെ വിഭാഗീയതയാണ് പുതിയ വിവാദത്തിന് പിന്നിൽ. പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് PK ബിനോയ് പറഞ്ഞു. 24 ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി ചർച്ചകളിൽ ചുറ്റിത്തിരിഞ്ഞ് UDF. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന അഭിപ്രായവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. VD സതീശനെ പിന്തുണച്ച് പ്രതികരണം നടത്തിയ എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ AI ഗ്രൂപ്പുകൾ തള്ളി. ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ല എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പരസ്യമായി പറയുന്നുണ്ടെങ്കിലും ഉചിതമായ സമയത്ത് ചർച്ചയാകാമെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയ്ക്കാണ് പിന്തുണയെന്ന് ആദ്യം പരസ്യമായി പറഞ്ഞത് K സുധാകരൻ. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇക്കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. വലിയ വിജയം ലക്ഷ്യമിടുന്ന കോൺഗ്രസിൽ അണിയറക്കരു നീക്കങ്ങൾ സജീവമെന്ന സൂചന നൽകുന്നതാണ് ഈ പ്രതികരണങ്ങളിൽ ജാഗ്രത വേണമെന്ന് നേതൃത്വം നിർദ്ദേശിച്ചതായാണ് വിവരം. അപ്പോൾ ഷിയാസിന്റെ ഒരു ശൈലിയാണത്. അത് ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ശൈലിയാണ്. അത് ഷിയാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കൂടുതൽ പ്രതികരണത്തിന് മുഹമ്മദ് ഷിയാസ് തയ്യാറായില്ല. ഫലം വരുന്നതിന് മുമ്പുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ജനം തള്ളുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ മുന്നറിയിപ്പ്. അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതിന് ശരിയല്ല. ജനം എന്ത് പറയും? ഇവരെ ഞങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ചിട്ട് ഇതാ തുടങ്ങി എന്ന് പറയുന്ന ഒരവസ്ഥ ആരും ഉണ്ടാക്കരുത്. അത്രേ പറയുന്നു. അനാവശ്യമാണ്. കാരണം ഞാൻ എപ്പോഴും പറയും, കെട്ടിടം കെട്ടിയ ശേഷമല്ലേ നമുക്ക് ഫേർണിച്ചർ മേടിക്കാൻ ആവശ്യമുണ്ട്. എന്തിനാണ് ഇപ്പൊ തന്നെ നിങ്ങൾ ഫേർണിച്ചറും കെട്ടിടമൊക്കെ മേടിക്കണം? വീട് കെട്ടട്ടെ. തന്റെ പേരിലുള്ള ചർച്ചകളിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇങ്ങനെ: 25 ദിവസം ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കും എന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേസമയം അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ലെന്ന് മുതിർന്ന നേതാവ് KN ഖാദർ. അതൊരു പ്രശ്നമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഒരു വിഘാതമായിട്ട് UDFന്റെ സുഗമമായ ഒഴുക്കിന് വിഘാതമാകുന്ന ഒരു തരത്തിലുള്ള സമീപനം മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. എന്നാൽ ഉചിതമായ സമയത്ത് ഉപമുഖ്യമന്ത്രി പദത്തിൽ ഉൾപ്പെടെ ചർച്ചയാകാമെന്നാണ് മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിന്റെ നിലപാട്. 24 തിരുവനന്തപുരം, മലപ്പുറം.
സഭയ്ക്കും ബിഷപ്പുമാർക്കും എതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ BJP നേതാക്കളായ PC ജോർജിനും ഷോൺ ജോർജിനും പരോക്ഷ മറുപടിയുമായി കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക. മിണ്ടിപ്പോകരുത് എന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി വന്നാലും ഇനിയും നിലപാട് പറയുമെന്നാണ് ദീപികയുടെ മുഖപ്രസംഗം. അതേസമയം പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് PC ജോർജും ഷോൺ ജോർജും. യുദ്ധത്തിന്റെ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളെ വിമർശിച്ച ലിയോ 14 മാർപ്പാപ്പയെയും ജോസഫ് സ്റ്റാലിനെതിരെ നിലപാട് സ്വീകരിച്ച 11 പിയൂസ് മാർപ്പാപ്പയെയും ചൂണ്ടിക്കാട്ടിയാണ് PC ജോർജിനും ഷോൺ ജോർജിനും ദീപികയുടെ മറുപടി. സൈന്യമുണ്ട്, ശബ്ദിക്കരുത് എന്നാണ് ഏകാധിപതികൾ പറയുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായ കവലച്ചട്ടമ്പിമാരും ഇങ്ങനെ പറയുന്നു. FCRയെ കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന് ചില രാഷ്ട്രീയ അവസരവാദികൾ പറയുന്നു. PC ജോർജിനെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കൾ BJPക്കൊപ്പം നിന്നില്ല എങ്കിൽ സഭാ മേലധ്യക്ഷന്മാരെയും ദീപിക പത്രത്തെയും ഒക്കെ ഭീഷണിപ്പെടുത്തി കളയാം, വരുതിക്ക് കൊണ്ടുവന്ന് കളയാം എന്നുള്ള നിലപാട് കേരളം ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്ന ഒന്നല്ല. എന്നാൽ നിലപാടിൽ മാറ്റമില്ലെന്ന് PC ജോർജും ഷോണും പറയുന്നു. പക്ഷം പിടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സഭയുടെ മുഖപത്രമെന്ന വ്യാജേന അത് നടത്തിയതിനെയാണ് ഞാൻ വിമർശിച്ചത്. സഭയായിട്ട് പ്രശ്നമില്ലെന്നല്ല, സഭയുടെ പിതാക്കന്മാരെല്ലാം ബഹുമാനമാണ്. പക്ഷെ പിതാക്കന്മാർ ഈ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ ഞാൻ വർത്തമാനം പറയും, ഇനിയും പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ പരാമർശങ്ങളിൽ അകലം പാലിച്ചെങ്കിലും PC ജോർജിനെ തള്ളാതെയാണ് ഇന്ന് BJP നേതൃത്വത്തിന്റെ പ്രതികരണം. അത് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഷോണിനുണ്ട്. ഷോണ് അദ്ദേഹത്തിന്റെ ആ സ്വാതന്ത്ര്യം, ജനാധിപത്യ രീതിയിലുള്ള ആ സ്വാതന്ത്ര്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. വിവാദങ്ങൾക്കിടെ PC ജോർജ് പാലാരൂപതയിൽ സന്ദർശനം നടത്തി. 100ാം പിറന്നാൾ ആഘോഷിച്ച ബിഷപ്പ് ജോസഫ് പള്ളിക്കപ്പറമ്പലിനെ കാണാനാണ് PC ജോർജ് എത്തിയത്. 24 കോട്ടയം. തിരികെ സ്വാഗതം വാർത്തകളിലേക്ക്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ അധികൃതർക്കെതിരെ ഗുരുതരാരോപണവുമായി കുടുംബം. വകുപ്പ് മേധാവിയുടെ ജാതി അധിക്ഷേപമാണ് മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ ആരോപണ വിധേയരായ 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവർക്കെതിരെയാണ് നടപടി. കോളേജിലെ വകുപ്പ് മേധാവിയുടെ മാനസിക പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സ്വന്തമായി പഠിച്ച് എൻട്രൻസിൽ മികച്ച റാങ്ക് നേടി പഠിക്കാൻ പോയ തങ്ങളുടെ മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഞാൻ 21.5 വയസ്സ് വരെ വളർത്തി. അവ ആർക്കും ഒരിതായി ഈ കേരളം മൊത്തം, നിങ്ങൾ ഈ നാട് മൊത്തം ചുറ്റിക്കെട്ടി നോക്കിയാട്ടു നോക്കി എന്നെ ആർക്കും ഒരു ശല്യമല്ല. ഒരു കഞ്ചാവ് അടിയാ, ഒരു വെള്ളം അടിയാ, ഒരു മീഡിയം അടിയാ, അപ്പം പഠിത്തം ഈ ഒരൊറ്റ കാര്യം. ജാതിയുടെയും നിറത്തിന്റെയും അടിസ്ഥാനത്തിൽ അധിക്ഷേപിച്ചിരുന്നതായും ആരോപണമുണ്ട്. സീനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തത്, അവന് നിക്കറിട്ടൂടാ, പാൻറ്റിട്ടൂടാ, ബന്നി ഇട്ടൂടാ, അവന് തലമുടി വെട്ടിക്കൂടാ, എല്ലാം അവര് പറയും പോലെ ചെയ്യണം. അവിടെ ഒരു HOD ഉണ്ട്, റാമെന്ന് പറയുന്നത്. പുഴുത്ത പട്ടിയെ പോലെയാണ് നിന്നെ കാണണമെന്ന് പറഞ്ഞ അവനെ പല ദിവസവും പിള്ളേരെ മുമ്പ് അപമാനിച്ചു. സീനിയേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ റാഗിംഗ് ഉണ്ടായിരുന്നതായും കുട്ടിയെ പുഴുത്ത പട്ടിയെന്നാണ് വകുപ്പ് മേധാവി വിളിച്ചിരുന്നതെന്നും മാതാപിതാക്കൾ പറയുന്നു. ഇതിനു മുൻപും കോളേജിലെ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തിരുന്നു. സംഭവത്തിൽ കേസ് നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ജിബിൻ JB 24 തിരുവനന്തപുരം. കർണാടക ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയ്ക്ക് വിട നൽകി ജന്മനാട്. മൃതദേഹം തിരുവില്ലാമല ഐവർമഠം ശ്മശാനത്തിൽ സംസ്കരിച്ചു. ശ്രീനന്ദയെ അവസാനമായി കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും നാടൊന്നാകെ കടമ്പഴിപ്പുറത്തെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. ശ്രീനന്ദയുടെ കളിയും ചിരിയും മാത്രം നിറഞ്ഞിരുന്ന ഈ വീട്ടിൽ ഇനി അതില്ല. ശ്രീനന്ദയുടെ ഓർമ്മകൾ മാത്രം. നാടിന്റെ പ്രിയപ്പെട്ടവൾ, നന്ദൂട്ടി എന്ന് വിളിച്ചിരുന്ന ശ്രീനന്ദ. പഠനത്തിലും കലാ കായിക രംഗങ്ങളിലും മികവ് പുലർത്തിയ പ്രിയപ്പെട്ട നന്ദൂട്ടിയെ നഷ്ടമായതിന്റെ നടുക്കത്തിലാണ് നാട്. പഠനത്തിരക്കിനിടെ സഹോദരൻ വിനോദയാത്ര പോയില്ല. അമ്മ രോഹിണിക്കും അച്ഛൻ രമേശനുമൊപ്പം സന്തോഷത്തോടെ വീട് വിട്ടിറങ്ങിയ ശ്രീനന്ദ തിരികെ എത്തിയത് ചേതനയറ്റ ശരീരമായി. ആ കാഴ്ച സഹിക്കാൻ കഴിയാതെ സഹോദരൻ വിങ്ങിപ്പൊട്ടി. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മിടുക്കിയാണെന്ന് ഇടറിയ വാക്കുകളുമായി അധ്യാപകരും.
അവളെ പറ്റിയുള്ള ഓർമ്മകളെന്ന് പറഞ്ഞാൽ ആരും കണ്ട മറക്കില്ല. നല്ലൊരു ചിരിയും പ്രസന്നമായിട്ടുള്ള മുഖം, സംസാരിക്കാനൊക്കെ ടീച്ചർമാരോടാണെങ്കിലും വളരെ ഒബീഡിയൻ്റ് ആണ് ആള്. പഠിക്കാനും മിടിക്കണം. ഞങ്ങൾ A+ മധുരമായിട്ട് വീട്ടിലേക്ക് വരാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ദിവസം യാത്രയാക്കിയത്. കാരണം വളരെ നന്ദുട്ടി, നമ്മുടെ സ്വന്തം നന്ദുട്ടി, കാരണം വളരെ നല്ല രീതിയിൽ എല്ലാ രീതിയിലുള്ള സ്കൂളിലെ പ്രവർത്തനങ്ങളായാലും മറ്റു കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നൊരു കുട്ടിയായിരുന്നു. വളരെ മിടുക്കിയ ഒരു കുട്ടിയാണ്. അവൾ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചതാണ്. അവൾ സ്പോർട്സ്, പിന്നെ പഠനം, കലാരംഗങ്ങൾ ഏതായാലും അവൾക്ക് വഴങ്ങുന്നതായിരുന്നു. പൂരം നടത്തിപ്പിന്റെ ധനസമാഹരണത്തിനായി നാടാകെ ചേർന്നു പോയൊരു യാത്രയാണ്. കൂട്ടത്തിൽ ഒരാൾ മാത്രം ജീവനറ്റ് തിരികെ. കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതി ഫലം വരുന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ശ്രീനന്ദ. വിനോദയാത്രയ്ക്കിടെ ശ്രീനന്ദ അവസാനമായി എടുത്ത ചിത്രങ്ങൾ തേങ്ങലോട് നോക്കി. പാലക്കാട്ടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് ശ്രീനന്ദയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. 2:30 ശ്രീനന്ദയുടെ മൃതദേഹം തിരുവിൽവാമല ഐവർമഠം ശ്മശാനത്തിൽ സംസ്കരിച്ചു. വിങ്ങുന്ന ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി ശ്രീനന്ദ മടങ്ങി. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയിലേക്ക്. ടീം 24 പാലക്കാട്. ശ്രീനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് നിഗമനം. ശരീരത്തിലെ മറ്റ് മുറിവുകൾ വീഴ്ചയ്ക്കിടെ സംഭവിച്ചതാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം മരണത്തിൽ ശ്രീനന്ദയുടെ കുടുംബം ദുരൂഹതയുന്നയിച്ചതിനാൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ഫസ്റ്റ് ഓൺ 24 കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിയ കൊലക്കേസ് പ്രതി മാസങ്ങൾക്ക് ശേഷം പിടിയിൽ. കൊലക്കേസ് പ്രതി വിനീഷാണ് പിടിയിലായത്. മുംബൈയിൽ നിന്ന് സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ദീപക്, വിവരങ്ങൾ. അമൃത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിനെ കഴിഞ്ഞ 3.25 മാസത്തോളം ചുറ്റിച്ച പ്രതിയെയാണ് മുംബൈയിൽ വെച്ച്, മുംബൈ CSTക്ക് അടുത്ത് വെച്ച് കോഴിക്കോട് സിറ്റി പോലീസ് പിടികൂടിയത്. സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ SI മോഹൻദാസ്, മെഡിക്കൽ കോളേജ് SI പവനൻ, അതുപോലെ തന്നെ ഈ സ്ക്വാഡിലുള്ള സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശ്രീജിത്ത്, ഇവരുടെ നേതൃത്വത്തിലാണ് ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരുടെ സാഹസികമായ വളരെ ബ്രില്യന്റായ ഓപ്പറേഷനിലൂടെയാണ് പിടിയിലായത്. കാരണം ഈ പ്രതി വിനീഷ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ പോലീസിനെ ചുറ്റിക്കുകയായിരുന്നു. പോലീസിന് ഒരു തെളിവും കിട്ടിയിരുന്നില്ല. പക്ഷെ എന്നാൽ പോലീസിനെ ഒരു ഫോൺ കോളിലേക്ക് ഇവൻ എന്ന് സംശയിച്ച, ഈ പ്രതിയുടെ എന്ന് സംശയിച്ച, ഇതൊരു സീസൺഡ് ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ വേഷപ്രച്ഛന്നായി സംസ്ഥാനത്തിന്റെ പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ ജോലികൾ ചെയ്യുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇയാൾ ബോട്ടിൽ മത്സ്യം പിടിക്കുകയായിരുന്നു. ആ വേളയിലാണ് പോലീസ് പിടികൂടുന്നത്. മുംബൈ CSTക്ക് അടുത്ത് വെച്ച് സാഹസികമായാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇയാളെ കേരളത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. ശരി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ആരംഭിച്ചു. അല്പസമയം മുൻപാണ് ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടലിൽ ചർച്ചകൾക്ക് തുടക്കമായതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ചർച്ചയിൽ US, ഇറാൻ പ്രതിനിധി സംഘങ്ങൾക്കൊപ്പം പാക് സംഘവും പങ്കെടുക്കുന്നുണ്ട്. ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക. ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാകുന്നു. ഇനി പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടി കാണാം. ഗോകുൽ രവി ചേരും. നമസ്കാരം.